ഹായ്, ഞാൻ സൗമ്യ. എൻ്റെ നാളെ കൂടെ കഴിയുമ്പം വെള്ളിയാഴ്ച കൊണ്ട് എൻ്റെ റേഡിയേഷൻ കഴിയുകയാണ്. റേഡിയേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് എല്ലാം എഴുതി മേടിച്ചുകൊണ്ട് ശനിയാഴ്ച ചെന്ന് ഡോക്ടറെ കണ്ടെല്ലാം മേടിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സ്ഥലമായ കോഴഞ്ചേരിയിലേക്ക് തന്നെ പോകും. അവിടെ ചെന്ന് അവിടെയാണ് ബാക്കി ചികിത്സ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഇന്നും നാളെ വെള്ളിയാഴ്ചയും കൂടെ ഉണ്ട് എൻ്റെ റേഡിയേഷൻ. അതുകൂടെ കഴിയുമ്പോൾ ഇവിടുത്തെ ഇത് കഴിയും. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് മുറിവ് കരിയാതെ എളുപ്പം അങ്ങ് റേഡിയേഷൻ ചെയ്തിട്ട് വരാനാണ് പറഞ്ഞത്. അതുകൊണ്ട് മുറിവ് കരിയാനായിട്ട് നിൽക്കുന്നില്ല, റേഡിയേഷൻ അങ്ങ് ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കി ചികിത്സ ചെയ്യാൻ. പിന്നെ എന്നെ എല്ലാവരും ഓർക്കും ഇവർക്ക് വേറെ ഒരു പണിയും ഇല്ലേന്ന്. എനിക്ക് എല്ലാവരോടും എൻ്റെ ഗതികേടും കൊണ്ട് എനിക്കതുപോലെ പറഞ്ഞേ പറ്റൂ. എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്ക് ലൈക്കും കമൻറ്റ് വിട്ട് പോകരുത്. എന്നെ നിങ്ങൾ സഹായിച്ചാലേ എനിക്ക് തിങ്കളാഴ്ച തൊട്ട് എൻ്റെ ചികിത്സ ബാക്കി തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പിടിച്ചു നിന്നത്. പ്ലീസ് എന്നെ സഹായിക്കണം. എന്നെ സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്നത്, ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഭർത്താവ്. അവർ മറ്റൊരിടത്ത് സുഖമായി ജീവിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കതിലെ കണ്ട് കാണുമായിരിക്കും. കണ്ടെങ്കിൽ പോലും എനിക്ക് നമ്പറില്ല കേട്ടോ. എൻ്റെ നമ്പറിൽ ആ നമ്പറൊക്കെ പുള്ളി കളഞ്ഞ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടും എനിക്ക് എങ്ങനെയുണ്ടെന്നോ അല്ലെ വയ്യെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ചിലവിന് തരില്ലേ എന്ന് ചോദിച്ചില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ കാണാറോ സംസാരിക്കാറോ എവിടെയാണോ മിണ്ടാറോ ഇല്ല. അവർ ഇവിടുന്ന് പോയി സുഖമായി മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്ന ഒരാളിനെ എനിക്ക് നമ്പറും ഇല്ല. പിന്നെ ഇനി എൻ്റെ അസുഖം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ശല്യമോ അല്ല ഞാനിലൊരാൾ ഒതുങ്ങിയോ എന്ന് ചിന്തിക്കുമായിരിക്കാം. എൻ്റെ ഒരു നമ്മളിത്ര അന്വേഷിക്കാത്തപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. പിന്നെ നമ്മളെ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ അനാഥരായിട്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥാമന്ദിരത്തിൽ വിട്ട് അനാഥാലയത്തിൽ വിട്ടാലും ഒരിക്കലും മറ്റൊരാളുടെ കൂടെ, രണ്ടാന അച്ഛൻ്റെ കൂടെയോ രണ്ടാന അമ്മയുടെ കൂടെയോ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ സുരക്ഷിതരല്ല. പിന്നെ ചിലരൊക്കെ നോക്കുമായിരിക്കും, ചിലർ നമുക്കറിയത്തില്ല. പക്ഷേ ചക്കയും മാങ്ങയൊക്കെയാണ് നമുക്ക് തുന്നി നോക്കി ഇവർ നോക്കൂ, അങ്ങനെ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഈ കൊല്ലം തന്നെ നമ്മുടെ സമൂഹത്തിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. ഒരു കുഞ്ഞ് മരിക്കുമ്പം കുറേ പേരങ്ങ് ഞാനടക്കമുള്ളവരാണ് അങ്ങനെ ഇട്ടിട്ട് അയ്യോ ആ കുഞ്ഞ് മരിച്ച് അങ്ങനെ ഇങ്ങനെ. അങ്ങനെയല്ല, നമ്മളിനി ചിന്തിക്കണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുഞ്ഞുങ്ങൾ പോലീസുകാർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അവരവിടെ കൊണ്ടുപോയിട്ട് ഇവന്മാരെ ജയിലിലടയ്ക്കും. ഇതുണ്ടോ റേഡിയേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ അത് ഇളകിപ്പോയി. ഇവിടെ വരെ ഉണ്ടായിരുന്നു, അത് ഇളകിപ്പോയി. അവർക്ക് കുറേ തീറ്റയൊക്കെ കൊടുത്ത് അവന്മാർക്ക് നല്ല പ്രചോദനമാകും, ആവേശമാകും. പിന്നെ അവന്മാർ ഇത് ചെയ്ത് ഏതാണ്ട് വലിയ പുണ്യപ്രവൃത്തി ചെയ്ത പോലെ അവർ തിരിച്ചു വരും. അവർ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. നമ്മുടെ ഈ ഇട തന്നെ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. ഇനിയുണ്ടല്ലോ ഇതൊക്കെ അയൽവക്കത്തുകളിൽ കിടക്കുന്നവർ. ഇപ്പം എനിക്ക് വയ്യാതെ എൻ്റെ അയൽവക്കത്ത് കിടക്കുന്നവരല്ലേ എനിക്ക് തുണയായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരുണ്ട് അയൽവക്കത്ത്. അവരെയും കൊണ്ട് ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്ത്, അല്ലാതെ ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ അയ്യോ അങ്ങനെ മരിച്ചിരിക്കണം അതിനകത്ത് കാര്യമില്ല. ഇനിയും ഒരു കുഞ്ഞിനെ ഇങ്ങനെ സംഭവിക്കാതെ നമ്മൾ ചിന്തിക്കണം. അത് ആശാ വർക്കർമാരെ കുറ്റം പറഞ്ഞാൽ അവർ ചെല്ലുന്നു പറഞ്ഞാൽ ഇവർ കഥ കടച്ചിട്ടേച്ച് ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വീട് കയറി കുത്തിപ്പൊളിക്കാൻ പറ്റുമോ? എന്നാൽ പിന്നെ അത് വേറെ കേസാകത്തില്ല. അതുകൊണ്ട് ഒരാൾക്ക് ഒരു പരിധിയുണ്ട് ഒരു വീട്ടിൽ കയറുന്നതിന്. പക്ഷേ നമ്മളിപ്പോൾ ജനങ്ങൾക്ക് ഇവന്മാരെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് ഒരു പരിധിയില്ല. പോലീസുകാരെ മുമ്പിലിട്ട് ഇവനെയൊക്കെ എറിഞ്ഞു കൊല്ലണം ജനങ്ങൾ. അതാ വേണമെന്നത്. ഒരു കുഞ്ഞിനും ഇനി ഇത് ഇത്ര കുഞ്ഞുങ്ങളെയായി ഇപ്പം 10 വയസ്സ്. ഇന്നലെ ഒരു ഒരു കൊച്ചിനെ, പ്രാന്തിയല്ല അവളെ ഞാനങ്ങ് പ്രാന്തിന്ന് വിളിക്കുവാണ്. എനിക്ക് ഫേസ്ബുക്കിൽ വന്നു കൊച്ചിനെ ഇട്ട് വട്ടം കറക്കുന്ന കൈക്ക് പിടിച്ചിട്ട് ആ കൊച്ചു കിടന്ന് അമ്മേന്ന് പറഞ്ഞ് കാറുന്നു. അവളതിങ്ങനെ വട്ടിയാണോ? ഇവളൊക്കെ വല്ല കഞ്ചാവ് മയക്കുമെന്നും അടിക്കുന്നുണ്ടോ? വട്ടിയാണോ ഭ്രാന്തി? അവളെ അതുകൊണ്ടാണ് ഞാൻ ഭ്രാന്തിന്ന് വിളിച്ചത്. ഭ്രാന്തിയൊക്കെ ആ കുഞ്ഞ് കയ്യിൽ നിന്ന് വിട്ടു അത് കിടന്ന് നിലവിളിക്കോ ഇവിടെയൊക്കെ എന്തുവാ ചെയ്യേണ്ടത്? മാനസിക രോഗികളെയൊക്കെ പിടിച്ച് മാനസിക രോഗ ആശുപത്രിയിൽ അടയ്ക്കണം. അല്ല പിഞ്ചു കുഞ്ഞുങ്ങളുടെ പുറത്ത് കയറിയാലും ഇവളൊക്കെ അങ്ങ് ഒരു ആവേശത്തിന് കൊച്ചുങ്ങൾ. പിന്നെ ഇവളുമാർ ചിന്തിക്കണം ഇതുങ്ങളെങ്ങനെ ഇല്ലായ്മ ചെയ്തിട്ട് നിങ്ങൾ പൊക്കോ. അനാഥ മന്ദിരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി എത്തിച്ചിട്ട് നിങ്ങൾ എവിടെ വേണേലും പൊക്കോ. നിങ്ങൾ പോയി അങ്ങ് സുഖിച്ച് ജീവിക്കുക. പക്ഷേ കുഞ്ഞുങ്ങളെ കൊണ്ട് അനാഥാലയത്തിലെത്തി. അതായത് കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുകയോ കുഞ്ഞുങ്ങളെ ഞെക്കിക്കൊല്ലുകയും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നവന്മാർക്ക് ഈ ലോകത്ത് തക്കതായി തൂക്കിക്കൊല്ലണം. ഇവനെയൊക്കെ അന്ന് തന്നെ തൂക്കിക്കൊല്ലണം. അതാണ് കുറേ വരഞ്ഞ് മുളക് പൊടിയും വറ്റൽമുളകും കാന്താരി മുളകും വെച്ചിട്ട് അന്ന് തന്നെ ഇവനെ തൂക്കിയും കൊല്ലണം. ഇവനെ ഒന്ന് തൂക്കണം, പിന്നെ ഇവൻ ആശ്വാസം എടുക്കും, പിന്നെയും തൂക്കണം. അങ്ങനെ ഇവനെയൊക്കെ കൊല്ലണം. ഇതിൻ്റെ പേരിൽ എന്നെ അങ്ങ് തൂക്കിക്കൊല്ലാൻ മതി. ഞാൻ പകുതി ചത്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ കുറേ കൊല്ലാൻ വരുവാണെങ്കിൽ അങ്ങ് കൊല്ലുന്നേക്കല്ല. ഇപ്പം എന്നെയാണ് പറയാൻ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ പറയാതിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദൈവത്തെ ഓർത്ത് എന്നെ സഹായിക്കുക. നിങ്ങളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഇതൊക്കെ വേറെ പണിയില്ല. ഇവിടെ ഇത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലാത്തവരെന്നെ സഹായിക്കുക. എനിക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റേഡിയേഷന് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്.
അപ്പോൾ ടാറ്റാ ബൈ ബൈ, നമുക്ക് പിന്നെ കാണാം.